ഹായ് ഓൾ. റാങ്ക് കോറിലേഷൻ്റെ ഫസ്റ്റ് ക്ലാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. റാങ്ക് കോറിലേഷൻ അല്ലെങ്കിൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ മെത്തേഡ് എന്നാണ് പറയുക. സോ 2 മെത്തേഡ്സ് ആണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാൻ നിങ്ങൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് കാൾ പിയേഴ്സൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ. ഓക്കെ, സോ റാങ്ക് കോറിലേഷൻ്റെ ഫോർമുല പഠിച്ചു വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? 10 കോമ്പറ്റീറ്റേഴ്സ് ഇൻ എ ബ്യൂട്ടി കോൺടെസ്റ്റ് ആർ റാങ്ക്ഡ് ബൈ 3 ജഡ്ജസ് ഇൻ ദ ഫോളോയിങ് ഓർഡർ. അപ്പോൾ 3 ജഡ്ജസ് ആണ് ഒരു ബ്യൂട്ടി കോൺടെസ്റ്റിന് ഉള്ള 10 പേരെ റാങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ജഡ്ജ് ഫസ്റ്റ് ആളിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പക്ഷേ അതേ ആൾക്ക് തന്നെ സെക്കൻഡ് ജഡ്ജ് റാങ്ക് ചെയ്തത് 3rd റാങ്കാണ്, തേർഡ് ജഡ്ജ് റാങ്ക് ചെയ്തത് 6th റാങ്കാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയും ഓരോ ജഡ്ജസും റാങ്ക് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് യൂസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ടു ഡിസ്കസ് വിച്ച് പെയർ ഓഫ് ജഡ്ജസ് ഹാവ് നിയറസ്റ്റ് അപ്രോച്ചസ് ടു കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി എന്നാണ്. അപ്പം ഏത് 2 ജഡ്ജസ് റാങ്ക് ചെയ്തതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചും കൂടി കറക്റ്റായിട്ട് ഉള്ളത്, കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടിയിൽ ആർക്കാണ് കൂടുതലായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ജഡ്ജസിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, കോറിലേറ്റ് ചെയ്യുക. ആര് തമ്മിലുള്ള റിലേഷനാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആറിൻ്റെ വാല്യൂ എന്താണ് കറക്റ്റ് 1 നിങ്ങൾക്ക് പോസിറ്റീവ് പെർഫെക്റ്റ് കോറിലേഷൻ ആണെന്ന് പറയാം, അല്ലേ? ഇനിയിപ്പോൾ -1 പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനായി മാറിയിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആരുടേതാണ് ആവുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ജഡ്ജും സെക്കൻഡ് ജഡ്ജിൻ്റെയും വാല്യൂസ് വെച്ചിട്ട് റാങ്ക് കോറിലേഷൻ കണ്ടതാണ് ആദ്യത്തെ സെക്ഷനിൽ. ഇനി ഫസ്റ്റ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിൻ്റെയും റാങ്കിനനുസരിച്ചാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് സെക്കൻഡിൽ കണ്ടത്. ഇനി സെക്കൻഡ് ജഡ്ജിനെയും തേർഡ് ജഡ്ജിനെയും വെച്ചിട്ട് കോറിലേഷൻ കണ്ടിരിക്കുന്നതാണ് മൂന്നാമത്തത്. അപ്പം നിങ്ങൾ നോക്കി നോക്കുക, ഈ 3 വാല്യൂസിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് -0.2. ഇനി രണ്ടാമത്തത് 0.6, മൂന്നാമത്തതോ -0.3. അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റും എന്ത് കോമൺ ടേസ്റ്റ് ഉള്ളത് ആര് തമ്മിലാണ്? പോസിറ്റീവായിട്ടുള്ള ഇത് തമ്മിലാണ് എന്തുള്ളത്, ഫസ്റ്റ് ആൻഡ് തേർഡ് ജഡ്ജ് തമ്മിലാണ് കൂടുതലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാമ്യം ഉള്ളത്, കോറിലേഷൻ ഉള്ളത്, അല്ലേ? സിമിലാരിറ്റി ഉള്ളത് അവ തമ്മിലാണ്. അവർക്കാണ് കോമൺ ടേസ്റ്റ് ഇൻ ബ്യൂട്ടി ഉള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ജഡ്ജസിൻ്റെയും, അതായത് 2 ജഡ്ജസിനെ നോക്കിയിട്ട് അവരുടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കണ്ടെത്തിയാൽ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതിൻ്റെ വാല്യൂസിനനുസരിച്ച്. അത് പോസിറ്റീവ് പെർഫെക്റ്റ് ആണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാം. പോസിറ്റീവ് ആണെങ്കിൽ ഏകദേശം സാമ്യമുണ്ട്, മോഡറേറ്റ് ആയിട്ട് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. 0.6 ആയതുകൊണ്ട് ഏകദേശം സാമ്യമുണ്ട്. അപ്പം ബാക്കിയുള്ള 2 എന്താണ് നെഗറ്റീവ്, ലോ നെഗറ്റീവ് കോറിലേഷനാണ് വരുന്നത്, അല്ലേ? സോ അങ്ങനെ ആ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ബിറ്റ്വീൻ പോവേർട്ടി ആൻഡ് ഓവർ ക്രൗഡിങ് ഫ്രം ദി ടേബിൾ ബിലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? റാങ്ക് അല്ലല്ലോ, റാങ്ക് ആയിട്ടല്ല നിങ്ങൾക്ക് വാല്യൂസ് തന്നിരിക്കുന്നത്, അല്ലേ? സോ റാങ്ക് ആയിട്ടല്ല 17, 13, 15 എന്നൊക്കെ പറഞ്ഞാൽ അത് റാങ്ക് ആയിട്ടല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. റാങ്ക് ആണെങ്കിൽ കൃത്യമായിട്ട് 1 to ഇന്ന നമ്പർ വരെ നമുക്ക് ഉണ്ടാവും, അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് റാങ്ക് കോറിലേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് എന്താണ് കാൾ പിയേഴ്സൺ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിരുന്നത്, ഇങ്ങനെ ഡാറ്റാസ് റാങ്ക് അല്ലാത്ത രീതിക്ക് തന്നിരുന്നെങ്കിൽ, അല്ലേ? സോ ഇവിടെ റാങ്ക് കോറിലേഷൻ വെച്ച് കാണാൻ എടുത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ റാങ്ക് ഇടണം. ഈ തന്നിരിക്കുന്ന ഓരോ വാല്യൂസിനെയും റാങ്ക് ചെയ്യണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പം നമ്മൾ പോവേർട്ടിയിൽ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ പോവേർട്ടി ഉള്ള വാല്യൂ ഏതാണോ അതിനെ ഫസ്റ്റ് റാങ്ക് എന്ന് കൊടുക്കുന്നു. അപ്പോൾ 17 കമ്പാരിറ്റീവ്ലി വലിയ വാല്യൂ ഫസ്റ്റ് എ പാർട്ടിൽ, അതായത് പോവേർട്ടീൻ്റെ കോളത്തിൽ വലിയ വാല്യൂ എന്ന് പറയുന്നത് 17. സോ അതിന് 1 കൊടുത്തു. അതിന് തൊട്ട് താഴെ പിന്നെ 16 16ന് 2 കൊടുത്തു. പിന്നെ തൊട്ട് താഴെ 15ന്
തേർഡ് റാങ്ക് കൊടുത്തു. പിന്നെ 14 14-ന് ഫോർത്ത് റാങ്ക് കൊടുത്തു. 13-ന് ഫിഫ്ത്ത് റാങ്ക് കൊടുക്കുന്നു. പിന്നെ 12-ന് സിക്സ്ത് റാങ്ക്. 12 കഴിഞ്ഞാൽ പിന്നെ 11-ന് സെവൻത്ത് റാങ്ക്. 11 കഴിഞ്ഞാൽ പിന്നെ 9 അല്ലേ, ഏറ്റവും സ്മോളസ്റ്റ്. അപ്പോൾ അതിന് 9-ന് എയ്ത്ത് റാങ്ക് കൊടുക്കുന്നു. പിന്നെ 7 7-ന് നയൻത്ത് റാങ്ക് കൊടുക്കുന്നു. സോ അങ്ങനെ റാങ്കിങ് നടത്തുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളെ ഓവർ ക്രൗഡിങ്ങിൻ്റെ സെക്ഷനിലും അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു. ഹയസ്റ്റ് ഉള്ളത് 46 ആണല്ലേ. സോ ഹയസ്റ്റുള്ള 46-ന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നു. പിന്നെ തൊട്ട് താഴെയുള്ളത് 36 ആണ്, അതിന് സെക്കൻഡ് റാങ്ക്. അങ്ങനെ നമ്മൾ റാങ്ക് ചെയ്യുകയാണ് തന്ന വാല്യൂസിന്. ഓക്കെ, റാങ്ക് ചെയ്ത ശേഷം വേണം നമുക്ക് റാങ്ക് കോറിലേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ. റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. ഡിഫറൻസ് കണ്ടെത്തുക, റാങ്കുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഫസ്റ്റത്തതിൻ്റെ എ എന്ന് പറയുന്ന ടൗണിൻ്റെ പോവേർട്ടീൻ്റെ റാങ്കും ഓവർ ക്രൗഡിങ്ങിൻ്റെ റാങ്കിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. 1 ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഷുഡ് ബി പോസിറ്റീവ്. ഓക്കെ, സോ എന്തായാലും d² എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. എന്നിരുന്നാലും ഡിഫറൻസ് നമ്മളെപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ അങ്ങനെ എല്ലാ ഡിഫറൻസും എടുത്തു അതിൻ്റെ സ്ക്വയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണാം. നമുക്ക് 0.7 അതിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ 0.7 എന്ന് പറയുമ്പോൾ നമുക്ക് മോഡറേറ്റ് പോസിറ്റീവ് എന്ന് തന്നെ പറയാം അല്ലേ. 0.8 0.9 ഒക്കെ ആയാലും മതി, അല്ലെങ്കിൽ 0.76 0.78 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അത് നമുക്ക് ഹൈ പോസിറ്റീവിലോട്ട് പോകാം. അപ്പം ഇവിടെ ഇപ്പോൾ ചോദിച്ചിട്ടൊന്നുമില്ല ഏതാണെന്നുള്ളത്. അങ്ങനെ ചിലതിൽ എടുത്ത് പറയും, പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഓക്കെ, അങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന വാല്യൂസിൽ ചിലപ്പോൾ റിപ്പീറ്റേഷൻ വന്നു എന്ന് വരാം. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, 64 തന്നെ 2 പ്രാവശ്യം വന്നു. അപ്പോൾ 64 2 പ്രാവശ്യം വരുന്നേരം അതിന് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ അത് സ്പ്ലിറ്റ് ആയിപ്പോവും. അല്ലെങ്കിൽ അതിന് തേർഡ് റാങ്ക് ആണെങ്കിൽ ആ തേർഡ് റാങ്ക് 2 പേർക്കും കൊടുക്കേണ്ട ഒരവസ്ഥ വരില്ലേ. അങ്ങനെ വാല്യൂസ് റിപ്പീറ്റേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോളാം. അപ്പം നമ്മൾ എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം എക്സ് വാല്യൂസ് എഴുതുന്നു. ഇനി നമ്മൾ റാങ്ക് ചെയ്യാൻ പോവാണ്. ഹയസ്റ്റ് വാല്യൂ ഏതാണെന്ന് നോക്കുക. ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൽ നോക്കുന്ന സമയത്ത് 80 ആണ് ഹയസ്റ്റ് വാല്യൂ. ആ 80ക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ഇനി 80 കഴിഞ്ഞ തൊട്ട് താഴത്തെ റാങ്ക് ഏതാണ്, 80 കഴിഞ്ഞ തൊട്ട് താഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 75 അല്ലേ. അപ്പോൾ ഈ 75 എന്ന് പറയുന്നത് പക്ഷേ 2 സ്ഥലത്ത് വന്നു ഇല്ലേ. അപ്പോൾ ആ 2 75 എന്ന് പറയുമ്പോൾ ഒന്നിന് സെക്കൻഡും ഒന്നിന് തേർഡും കൊടുക്കേണ്ട അവസ്ഥയല്ലേ വരിക. രണ്ടിനും സെയിം റാങ്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ റാങ്കേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കിൻ്റെയും മിഡിൽ വാല്യൂ ആയിട്ട് നമുക്ക് 2ൻ്റെയും 3ൻ്റെയും മിഡിൽ വാല്യൂ ആയിട്ട് 2.5 പറഞ്ഞുകൂടെ. ആ 2.5 നമ്മൾ എന്ത് ചെയ്യുന്നു, 2 പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് റിപ്പീറ്റേഷൻ റാങ്കിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ സെക്കൻഡും തേർഡും റാങ്കും കൊടുക്കുന്നതിന് പകരം 2 പേർക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ മിഡിൽ വാല്യൂ ആയിട്ടുള്ള 2.5 റാങ്ക് കൊടുക്കുന്നു. പക്ഷേ ഇനി അടുത്ത റാങ്കുകാർക്ക് നമ്മൾ 2.5 കഴിഞ്ഞാൽ തേർഡ് റാങ്ക് കൊടുക്കാൻ പാടില്ല. സെക്കൻഡും തേർഡിൻ്റെയും കൂടി റാങ്കിനെയാണ് ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനി അടുത്ത ചെറിയ വാല്യൂവിന് നമ്മൾ ഫോർത്ത് റാങ്ക് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത ചെറിയ വാല്യൂ ഏതാ, 75 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 68 ആണ്. ആ 68-ന് നമ്മൾ കൊടുക്കുന്ന റാങ്ക് എന്താണ്, 4 ആണ്. സെക്കൻഡും തേർഡിനെയും നമ്മൾ ഷെയർ ചെയ്ത് പോയത് കൊണ്ട് തന്നെ 2.5 ആയിട്ട് ഷെയർ ചെയ്തത് കൊണ്ട് തന്നെ ഇനി അടുത്ത ആൾക്ക് കൊടുക്കേണ്ടത് 4 ആണ്. പല കുട്ടികളും അവിടെയാണ് തെറ്റ് സംഭവിക്കാറുള്ളത്. 2.5 എടുത്തു കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ 3 അങ്ങ് എഴുതി വെക്കും, അപ്പോൾ തെറ്റ് സംഭവിക്കും. ദെൻ 4 കഴിഞ്ഞു, പിന്നെ നേരെ ഫോർത്ത് റാങ്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചെറിയ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്, 68 കഴിഞ്ഞാൽ പിന്നെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 64 അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ 64 എന്ന് പറയുന്നത് 1 2 3 3 വാല്യൂസ് വന്നു. അതായത് ഫോർത്ത് റാങ്ക് കഴിഞ്ഞാൽ ഫിഫ്ത്ത് സിക്സ്ത്ത് സെവൻത്ത് ഈ 3 പൊസിഷൻ റാങ്ക് പൊസിഷനിൽ വേണ്ട ആളുകളായിരുന്നു ഇത്. പക്ഷേ സെയിം വാല്യൂസ് വന്നതുകൊണ്ട് തന്നെ ഇവർ 3 പേർക്കും നമ്മൾ ഇതിൻ്റെ മിഡിൽ വാല്യൂ ആയിട്ടുള്ള 5 6 7ൻ്റെ മിഡിൽ വാല്യൂ ഏതാ, 6 അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവർ 3 പേർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. 6 6 6 എന്ന് പറഞ്ഞിട്ട്
മറ്റേത് നമ്മൾ സെക്കൻഡും തേർഡിൻ്റെയും മിഡിൽ വാല്യൂ ആയിട്ടുള്ള 2.5 ഷെയർ ചെയ്തു. ഇവിടെ 3 വാല്യൂസ് ആയതുകൊണ്ട് തന്നെ 5, 6, 7 എന്ന് പറയുന്ന റാങ്കിലുള്ള 6th റാങ്ക് നമ്മൾ ഇവർക്കും 3 പേർക്കും ഷെയർ ചെയ്യുന്നു. പക്ഷേ ഇനി അടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് 7th റാങ്കും കഴിഞ്ഞിട്ടുള്ള 8th റാങ്ക് വേണം ഇനി അടുത്ത ആൾക്ക് കൊടുക്കാൻ. ആ 8th റാങ്ക് കൊടുത്ത ആർക്കാ നോക്കൂ. 8th റാങ്ക് കൊടുത്തത് 64 കഴിഞ്ഞാൽ അടുത്തത് 55 അല്ലേ. ആ 55ന് 8th റാങ്കാണ് കൊടുത്തത്. ഇനി 55 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഏതാണ്? 50. അതിന് 9th റാങ്കും കൊടുത്തു. 50 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 40ക്ക് 10th റാങ്ക് കൊടുത്തു. ഇങ്ങനെയാണ് റാങ്കിങ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അവരുടെ റാങ്ക് പൊസിഷൻ്റെ മിഡിൽ വാല്യൂ കൊടുക്കുക. അപ്പോൾ ഈ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ആൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് മൊത്തമുള്ള റാങ്ക് കഴിഞ്ഞുള്ള അടുത്ത റാങ്ക് വേണം കൊടുക്കാൻ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. ഓക്കെ, ഇനി വൈൻ്റെ റാങ്ക് ചെയ്യാണ്. അപ്പോൾ 81 ആണ് ഹയസ്റ്റ് വാല്യൂ. സോ അതിന് 1 കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴത്തത് 70 ആണ്. റിപ്പീറ്റേഷൻ ഒന്നുമില്ല. സോ അതുകൊണ്ട് സെക്കൻഡ് റാങ്ക് കൊടുത്തു. ഇനി തേർഡ് റാങ്കിൽ വരേണ്ടത് 68 ആണ്. 68ന് എന്തുണ്ട്? റിപ്പീറ്റേഷൻ ഉണ്ട്. 2 പ്രാവശ്യം 68 വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കൊടുത്തു കഴിഞ്ഞാൽ തേർഡും ഫോർത്തും ആണ് ഇവർക്ക് 2 പേർക്കും കൊടുക്കേണ്ടത്. പക്ഷേ അതിൻ്റെ മിഡിൽ വാല്യൂ ആയിട്ടുള്ള 3.5 വേണം 2 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ. 3, 4 റാങ്ക് കൊടുക്കാൻ പാടില്ല ഒരേ വാല്യൂവിന്. അപ്പോൾ ഷെയർ ചെയ്തു. ഇനി അടുത്ത ചെറിയ ആൾക്ക് 3ഉം 4ഉം കഴിഞ്ഞ് 5th റാങ്ക് വേണം കൊടുക്കാൻ. 68 കഴിഞ്ഞാൽ 62, അതിന് 5th റാങ്ക് കൊടുത്തു. ഇനി 62 കഴിഞ്ഞ അടുത്ത വാല്യൂ ഏതാണ്? 62 കഴിഞ്ഞാൽ 60ക്ക് 6th റാങ്ക് കൊടുത്തു. 60 കഴിഞ്ഞാൽ പിന്നെ 58ന് 7th റാങ്ക് കൊടുത്തു. പിന്നെ 58 കഴിഞ്ഞാൽ അവിടെ ഒന്നും റിപ്പീറ്റേഷൻ വരുന്നില്ല. പിന്നെ 58 കഴിഞ്ഞാൽ 50ക്ക് 8th റാങ്ക്, പിന്നെ 48ന് 9th റാങ്ക്, ദെൻ 45ന് 10th റാങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ ആകെ ഒരു റാങ്കിന് മാത്രമാണ് സ്പ്ലിറ്റൻസ് വരുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ പഴയ പോലെ തന്നെ റാങ്ക് ഡിഫറൻസ് d². പിന്നെ നമ്മളിവിടെ ഇക്വേഷൻ മാറി. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ അല്ല ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ്. 1 - 6 സിഗ്മ d² പ്ലസ് m³ - m. അവിടുത്തെ m സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് റിപ്പീറ്റ്സ്. m സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ടൈംസ് ഈച്ച് വാല്യൂ റിപ്പീറ്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ഈ പ്രോബ്ലം പ്രകാരം സിഗ്മ d² ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇവിടുത്തെ 75 എന്ന് പറയുന്നത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? 75 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ m³ - m എന്ന് പറയുന്നത് 2 ആണ്. 2 പ്രാവശ്യം എത്ര ടൈംസ്, അതാണ് m സ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ m³ - m എന്ന് പറയുമ്പോൾ വാല്യൂ കണ്ടെത്തുക 6 ആയിരിക്കും. ഇനി 64 എന്ന് പറയുന്ന വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 75 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തത്. ഇനി 64 എന്ന് പറയുന്നത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1, 2, 3. അപ്പം 3 ടൈംസ് ആയതുകൊണ്ട് തന്നെ m 3 ആയിരിക്കും. അത് വെച്ചിട്ട് ഈ m³ - 3 കാണാം. ഇനി 68 എവിടെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? സെക്കൻഡ് ടേബിളിലല്ലേ 68 ഉള്ളത്? സെക്കൻഡ് ടേബിളല്ല, സെക്കൻഡ് കോളത്തിൽ 68 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മൊത്തം ഈ പ്രോബ്ലത്തിൽ എക്സ് വാല്യൂസിലും വൈ വാല്യൂസിലും ഏതൊക്കെ വാല്യൂസ് എത്ര ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കേണ്ടത്. അപ്പോൾ 68 2 ടൈംസ്. അപ്പോൾ m = 2ലുള്ള m³ കണ്ടു. ഈ m³ മൈനസ് എമ്മുകളുടെ വാല്യൂസ് മൊത്തം ആഡ് ചെയ്താലാണ് ടോട്ടൽ m³ - m നമ്മളെ ഈ ഒരു ഇക്വേഷനകത്ത് കൊടുക്കേണ്ടതാവുക. ഓക്കെ, ടോട്ടലായിട്ടുള്ള എല്ലാ m³ - എമ്മുകളും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ അതാണ് അവിടുത്തെ m³ - m കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം ഒക്കെ ഒന്ന് പേപ്പറിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിക്കോളും. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇനി ഈ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റാങ്ക് കോറിലേഷൻ കിട്ടുന്നതായിരിക്കും. 0.54 എന്ന് കിട്ടി. അതായത് മോഡറേറ്റ് ഹൈ കോറിലേഷനാണ് ഇവ തമ്മിലുള്ളത്. ഓക്കെ, ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. സെയിം പ്രോബ്ലം ടെസ്റ്റ് 1 ടെസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂസ് ഉള്ളത്. അപ്പോൾ ആദ്യം അതിനെ റാങ്ക് ചെയ്യണം. റാങ്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ടെസ്റ്റ് 1 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ റാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കൂ,
ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 85 ആണ് അല്ലേ ഹയസ്റ്റ് വാല്യൂ. ആ 85ന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. 85 എന്ന് പറയുന്നത് ലാസ്റ്റ് വാല്യൂ ആയതുകൊണ്ട് അതിന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ കോളത്തിൽ ഈ വാല്യൂസൊക്കെ എഴുതി വെക്കാം. 80, 45 പറഞ്ഞിട്ടാണ് ആ വാല്യൂസ്. അപ്പോൾ ചെറുതാക്കി എഴുതാൻ എനിക്കിവിടെ പറ്റുന്നില്ല. സോ 85ന് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. പിന്നെ ഉള്ളത് 85 കഴിഞ്ഞാൽ ഏതാണ്? 80 ആണ്, അതിന് സെക്കൻഡ് റാങ്ക് കൊടുത്തു. പിന്നെ ഉള്ളത് 80 കഴിഞ്ഞാൽ 70 ആണ് അല്ലേ. സോ 70ക്ക് ഞാൻ എന്ത് ചെയ്തു? തേർഡ് റാങ്ക് കൊടുത്തു. ദെൻ 70 കഴിഞ്ഞാലുള്ളത് ഫോർത്ത് റാങ്ക് 68ന് ഫോർത്ത് റാങ്ക് കൊടുത്തു. പിന്നെ ഫിഫ്ത്ത് റാങ്ക് 60ക്ക് കൊടുത്തു, ഫിഫ്ത്ത് റാങ്ക് കൊടുത്തു. പിന്നെ സിക്സ്ത്ത് റാങ്ക് ഞാൻ 58ന് കൊടുത്തു, സിക്സ്ത്ത് റാങ്ക്. ഇനി സെവൻത്ത് റാങ്ക് കൊടുക്കേണ്ടത് 55 റിപ്പീറ്റേഷൻ വന്നു. 55 ഒരു പ്രാവശ്യം ഇവിടെ ഉണ്ട്, 55 ഇവിടെ 2 പ്രാവശ്യം ഉണ്ട്. സോ 2 പ്രാവശ്യം റിപ്പീറ്റേഷൻ വന്നു. ഏത് റാങ്ക് ആയിരുന്നു കൊടുക്കേണ്ടത്? 5th 6th കൊടുത്തു, 7th 8th ആണ് അല്ലേ കൊടുക്കേണ്ടത്. സോ 7th റാങ്കിൻ്റെയും 8th റാങ്കിൻ്റെയും മിഡിൽ വാല്യൂ ആയിട്ടുള്ള 7.5 ആണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. ഇനി 9th റാങ്കാണ് ഞാൻ ആർക്ക് കൊടുക്കേണ്ടത്? 45. അടുത്ത വാല്യൂസ് ഇനി 45 ആണ്. ആ 45 3 പ്രാവശ്യം വന്നു. 45 3 പ്രാവശ്യം വന്നു. 45 45 45. അപ്പം 9th 10th 11th റാങ്ക് ആയിരുന്നു ഞാൻ കൊടുക്കേണ്ടത്. 9th 10th 11th മിഡിൽ വാല്യൂ 10 അല്ലേ. ആ 10 ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 3 പേർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത്. ഇനി ടെസ്റ്റ് 2 ബേസ് ചെയ്ത് ഇതേപോലെ റാങ്ക് ചെയ്യുന്നു. വായിച്ചു നോക്കുക, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അത് വെച്ചിട്ട് ഇതൊക്കെ എഴുതുന്നു, d² വരെ കാണുന്നു. ഇനി ഓരോന്നും റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് m³ - m എഴുതുന്നു. അതിൻ്റെ ടോട്ടൽ കണ്ടെത്തി കഴിഞ്ഞാൽ ടോട്ടൽ m³ - m ആയി. അത് ഈ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റാങ്ക് കോറിലേഷൻ കിട്ടും. ഓക്കെ, ഈ ടൈപ്പാണ് കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. എന്നാലും മുഴുവൻ പഠിച്ചു വെച്ചോളാം. ഓക്കെ, താങ്ക് യു.